ആധുനിക കാലഘട്ടത്തിലെ നിരന്തരമായ മാറ്റങ്ങളിൽ നിങ്ങൾ തളർന്നു പോകുന്നുണ്ടോ? ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടുപെടുകയാണോ? യഥാർത്ഥ സ്വാധീനം കെട്ടിപ്പടുക്കുകയാണോ? അതോ ചുറ്റുമുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരത പുലർത്തുകയാണോ? സത്യം ഇതാണ്, ഇന്നത്തെ നേതൃത്വം വേഗതയിലുള്ളതും പ്രവചനാതീതവും ശക്തമായ മത്സരബുദ്ധിയുള്ളതുമാണ്. എന്നാൽ ഈ ആധുനിക കാലത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിൽ, ഇന്ന് നമ്മൾ നേതൃത്വത്തെക്കുറിച്ചുള്ള ചാണക്യൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. പുരാതന തന്ത്രങ്ങൾ വളരെ മൂർച്ചയുള്ളതും പ്രായോഗികവുമായിരുന്നു. ആധുനിക കാലത്തെ തന്ത്രജ്ഞരും ലോക നേതാക്കളും കമ്പനി സിഇഒമാരും അറിയാതെയാണെങ്കിലും ഇന്നും ആ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. 2026 ഒരു രാജാവിനെ പോലെ നയിക്കാൻ ചാണക്യതന്ത്രങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒന്നാമതായി, ചാണക്യൻ്റെ നിലനിൽക്കുന്ന പൈതൃകം. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഇപ്പോഴും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ലളിതമായ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. തന്ത്രം, ശക്തി അല്ലെങ്കിൽ നേതൃത്വം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലും ചാണക്യൻ്റെ പേര് ഇപ്പോഴും പ്രതിധ്വനിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ചാണക്യൻ വെറും ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്ര നിർമ്മാതാവും ഒരു മികച്ച തന്ത്രജ്ഞനും ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് പിന്നിലെ ചിന്താശില്പിയുമായിരുന്നു. ചാണക്യൻ ആരായിരുന്നു? കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്ന ചാണക്യൻ ഒരു തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും കൂടാതെ ചന്ദ്രഗുപ്ത മൗര്യ രാജാവിൻ്റെ മുഖ്യ ഉപദേഷ്ടാവും ആയിരുന്നു. അദ്ദേഹം അരാജകത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചത്. ഛിന്ന ഭിന്നമായ നാട്ടുരാജ്യങ്ങൾ, രാഷ്ട്രീയ അനിശ്ചിതത്വം, വഞ്ചന, ശക്തരായ ശത്രുക്കൾ അരങ്ങുവാഴുന്ന ഒരു കാലഘട്ടം. എന്നിട്ടും അദ്ദേഹം ആ ലോകത്ത് അതിജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ രൂപപ്പെടുത്തി. അദ്ദേഹത്തെ ശക്തനാക്കിയത് ബലപ്രയോഗമല്ല, മറിച്ച് ചിന്തയുടെ വ്യക്തത, അച്ചടക്കം, മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള അചഞ്ചലമായ ധാരണ എന്നിവയാണ്. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ സൈദ്ധാന്തികമായിരുന്നില്ല, അവ പ്രായോഗികവും യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടതും പുതുതായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തക്ക മൂർച്ചയുള്ളതുമായിരുന്നു. അതുകൊണ്ടാണ് 2025 തുടർന്ന് അങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പ്രധാനമാകുന്നത്. കാരണം മനുഷ്യ സ്വഭാവം മാറിയിട്ടില്ല, നേതൃത്വത്തിൻ്റെ മെക്കാനിക്സ് അതേപടി തുടരുന്നു. രണ്ടാമതായി, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം. നേതാക്കൾക്കുള്ള ഒരു കാലാതീതമായ രൂപരേഖ. ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗ്രന്ഥങ്ങളിലൊന്നായ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ്റെ ആശയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് വെറുമൊരു പുസ്തകമായിരുന്നില്ല, ഇത് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർക്കുള്ള ഒരു മാനുവൽ ആയിരുന്നു. ഇതിൽ എല്ലാം ഉൾക്കൊള്ളുന്നു: തന്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഭരണം, നയതന്ത്രം, ബുദ്ധി, വ്യക്തിപരമായ പെരുമാറ്റം, എന്തിനേറെ മനഃശാസ്ത്രപരമായ യുദ്ധം പോലും പ്രതിപാദിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആധുനിക കാലത്തെ മാനേജ്മെൻറ്റ് സിദ്ധാന്തങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥം, എന്നാൽ ഇന്നത്തെ മിക്ക നേതൃപുസ്തകങ്ങളെക്കാളും കൂടുതൽ വിശദമായതും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും കൂടുതൽ പ്രായോഗികവുമാണ്. ഒരു നേതാവ് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അർത്ഥശാസ്ത്രം പഠിപ്പിക്കുന്നു. ഒരു തത്വചിന്തകനെ പോലെ ജ്ഞാനി, ഒരു തന്ത്രജ്ഞനെ പോലെ മൂർച്ചയുള്ളവൻ, ഒരു പർവ്വതം പോലെ സ്ഥിരതയുള്ളവൻ, ഒരു സംരക്ഷകനെ പോലെ കരുണയുള്ളവനുമായിരിക്കുക. ചാണക്യൻ വ്യക്തിപരമായ അച്ചടക്കത്തെ നേതൃത്വത്തിൽ നിന്ന് വേർപെടുത്തിയില്ല. ഒരു രാജാവിൻ്റെ വിജയം ആരംഭിക്കുന്നത്
സ്വന്തം മനസ്സിലൂടെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തത, വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണം, ആളുകളെ ആഴത്തിൽ നിരീക്ഷിക്കാനുള്ള കഴിവ് എന്നിവയായിരുന്നു. പുരാതന നേതൃത്വത്തിനും ആധുനിക നേതൃത്വത്തിനും ഇടയിലുള്ള പാലം വ്യക്തമാക്കുന്നത് ഇവിടെയാണ്. കാരണം ഇന്ന് നേതാക്കൾ രാജാക്കന്മാരല്ല, പക്ഷെ അവർ രാജകീയ പ്രശ്നങ്ങൾ നേരിടുന്നു. ദ്രുതഗതിയിലുള്ള മാറ്റം, വിവരങ്ങളുടെ അമിതഭാരം, ജോലിസ്ഥലത്തെ രാഷ്ട്രീയം, മത്സരം, പ്രവചനാതീത പ്രശ്നങ്ങൾ, എക്കാലത്തെക്കാളും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമ്മർദ്ദം. ചാണക്യൻ പഠിപ്പിച്ച അറിവുകൾ ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കുന്നു. ബഹളവും കോലാഹലങ്ങളും ഒഴിവാക്കി ശക്തവും സ്ഥിരതയുമുള്ള തീരുമാനമെടുക്കലിലേക്ക് നേതാക്കളെ നയിക്കുന്നു. മൂന്നാമതായി, ആധുനിക വെല്ലുവിളികൾക്കുള്ള പുരാതന ജ്ഞാനം, അഥവാ പഴയ ആശയങ്ങൾക്ക് നാളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, ചാണക്യൻ ഒരിക്കലും തൻ്റെ കാലഘട്ടത്തിനായി മാത്രം എഴുതിയിട്ടില്ല. മനുഷ്യർ അധികാരം, സ്വാധീനം, സ്ഥിരത എന്നിവ തേടുന്ന ഏതൊരു കാലഘട്ടത്തിനും വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത്. അതിൽ 2025ഉം 26ഉം ഒക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്കൊരു വലിയ ചോദ്യം ചോദിക്കാം. പുരാതന ആശയങ്ങൾക്ക് ആധുനിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? ചാണക്യൻ പറയും, തീർച്ചയായും കഴിയുമെന്ന്. കാരണം നേതൃത്വത്തിൻ്റെ അടിത്തറ സാങ്കേതിക വിദ്യയല്ല, അത് മനുഷ്യപ്രകൃതമാണ്. അത് ഇന്നേ വരെ മാറിയിട്ടില്ല. ഇന്നത്തെ നിങ്ങളുടെ ടീം പുരാതന രാജ്യങ്ങളിലെ സൈനികരിൽ നിന്നോ മന്ത്രിമാരിൽ നിന്നോ പൗരന്മാരിൽ നിന്നോ വ്യത്യസ്തമായി പെരുമാറുന്നില്ല. ആളുകൾ ഇപ്പോഴും ബഹുമാനം ആഗ്രഹിക്കുന്നു. ഇത് അന്നും അങ്ങനെ തന്നെയാണ്. മാതൃകയിലൂടെ നയിക്കുന്ന നേതാക്കളെ അവർ ഇപ്പോഴും പിന്തുടരുന്നു. ഇതും അക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അവർ ഇപ്പോഴും ഭയം, പ്രതിഫലം, വികാരം, യുക്തി എന്നിവയോട് അതേ രീതിയിൽ പ്രതികരിക്കുന്നു. ജനങ്ങൾ ഇപ്പോഴും വ്യക്തതയെ വിശ്വസിക്കുന്നു, ആശയക്കുഴപ്പത്തെ അവിശ്വസിക്കുന്നു. ഇതുകൊണ്ടാണ് ചാണക്യൻ്റെ നേതൃത്വ തത്വങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അവ പഴയതായതുകൊണ്ടല്ല, പക്ഷെ അവ കാലാതീതമായതുകൊണ്ടാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നേതാക്കൾ ട്രെൻഡുകൾക്കിടയിലും ആപ്പുകൾക്കിടയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓൺലൈൻ കോലാഹലങ്ങൾക്കിടയിലും നേതാക്കൾ പെട്ടുപോകുമ്പോൾ ചാണക്യൻ അപൂർവമായ ഒന്ന് വാഗ്ദാനം ചെയ്യുന്നു: ലാളിത്യം, സ്ഥിരത, തന്ത്രപരമായ വ്യക്തതയും. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു, ആളുകളെ വായിക്കുക, മനസ്സിലാക്കുക, ഭയമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുക, ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക, വഞ്ചന കൈകാര്യം ചെയ്യുക, അച്ചടക്കം പാലിക്കുക, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിരിക്കുമ്പോൾ പോലും ഉയരുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വെല്ലുവിളി ഇതാണ്: താൽക്കാലിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നയിക്കാൻ ശ്രമിക്കുകയാണോ, അതോ കാലാതീതമായ തത്വങ്ങൾ ഉപയോഗിച്ചാണോ നിങ്ങൾ നയിക്കാൻ ശ്രമിക്കുന്നത്? കാരണം ട്രെൻഡുകളെ മാത്രം ആശ്രയിക്കുന്ന നേതാക്കൾ അപ്രസക്തരാകുന്നു. എന്നാൽ തത്വങ്ങളെ ആശ്രയിക്കുന്ന നേതാക്കൾ തടയാനാവാത്തവരായി മാറുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.